MG ശ്രീകുമാരേട്ടന് മുളവുകാട് പഞ്ചായത്ത് മാലിന്യം വലിച്ചെറിഞ്ഞു എന്ന പേരിൽ 25,000 രൂപ ഫൈൻ ഈടാക്കിയിരുന്നു. എന്തായാലും ശ്രീകുമാരേട്ടൻ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ, എന്തായിരുന്നു അത് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നെ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പോൾ ഇതാണ് ഈ മാവാണ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് വെള്ളത്തിലോട്ട് ചാഞ്ഞ് നിൽക്കുക. അപ്പം ഒരു മാങ്ങ ഇവിടെ നിന്ന് സെർവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതൊരു മാങ്ങ വീണ് ചെതറിയപ്പോഴത്തേക്ക് അവർ അറിയാതെ എടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞ് ഫ്രണ്ടിലോട്ട് വെള്ളത്തിലിട്ടു. അപ്പോൾ ഏതോ ഒരു സഹോദരൻ അത് വീഡിയോ എടുത്തിട്ട് അവരുടെ കൺസേൺഡ് ഓഫീസിൽ ഒരു ഓഫീസിൽ കൊടുത്തു. അവിടുന്ന് പഞ്ചായത്തിൽ വന്നിട്ട് അവിടുന്ന് ഇൻസ്പെക്ഷൻ വന്നു. അപ്പോഴൊന്നും ഞാനില്ല ഇവിടെ. ഇൻസ്പെക്ഷൻ വന്നു. വന്ന് ഇവിടെ 8 മണിയായപ്പം ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞൊരു വെളിയിലൊരിതുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പേപ്പർ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് 25,000 രൂപ പിഴ 5 ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞ് തന്നു. ഞാൻ അടുത്ത ദിവസം തന്നെ പൈസ അടച്ചു. കാരണം ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ സമ്മതിച്ചു. എൻ്റെ വീടല്ലേ ഇത്. അപ്പോൾ ഇവിടുന്ന് ആരെടുത്തെറിഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിലെടുത്തു കഴിഞ്ഞാലും ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ ഞാനൊരു മാതൃകയാവട്ടെ. കാരണം വേറൊന്നുമില്ല, ആ ഫൈൻ അടച്ചതിൻ്റെ എന്തോ ഒരു പെർസെൻറ്റേജ് ഇൻഫോമർക്ക് കിട്ടും. അതൊക്കെ നല്ല കാര്യം. ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. കാരണം ഞാൻ മനസ്സാവാച കർമ്മണ അറിയാത്ത ഒരു തെറ്റിന് ഈ 25,000 രൂപ പിഴ ചാർത്തിയപ്പോൾ ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ, അപ്പോൾ അതൊക്കെ അധികൃതർ കണ്ണു തുറന്ന് കാണണം. കണ്ടിട്ട് അതിനൊക്കെ വൻ തുക ഈടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മാത്രമല്ല, ഞാൻ MP രാജേഷ് സാറുമായിട്ട് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹവും എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു മാതൃകയാണ് കാരണം ഇതിന്. അതുകൊണ്ട് മാലിന്യ വിമുക്ത കേരളം എന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് എന്നെ ബ്രാൻഡ് അംബാസഡറാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന വേറെന്നേ ഉള്ളൂ, ഇത് തള്ളിയത് തെറ്റ്, ഞാൻ തെറ്റ് സമ്മതിക്കുന്നു, അതിന് ഞാൻ പൈസ അടച്ചു. ബട്ട് ഇത് എല്ലാവർക്കും ബാധകമാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് കാറിൽ നിന്ന് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും അല്ലെ ബാക്കിയുള്ള എന്ത് കാര്യത്തിനും ഫൈൻ ചുമത്തണം.